ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സദ്യയുടെ കൂടെ വിളമ്പുന്നില്ലേ, ആദ്യത്തെ ചോറിൻ്റെ കൂടെ വിളമ്പുന്ന പരിപ്പ് കറി, അതാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറിയും പപ്പടവും കൂടെ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും നമ്മൾ ഈ തൊണ്ടൊക്കെ എടുത്ത ചെറുപയർ പരിപ്പ് വാങ്ങിച്ചുണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ ചെറുപയർ നമ്മൾ പണ്ട് അമ്മമാരുണ്ടാക്കും പോലെ വറുത്ത് പൊടിച്ച്, അമ്മയൊക്കെ പണ്ട് അമ്മിയിലിട്ട് പൊടിച്ച് പാറ്റിയൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് അത് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ആ 2-3 വെള്ളത്തിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉമിയൊക്കെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പയറിനെ അടുപ്പിൽ വെച്ച് നല്ലവണ്ണം മൂപ്പിച്ച് വറക്കണം. അപ്പോൾ നമ്മുടെ പയർ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് അണയ്ക്കുക. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണമല്ലോ. അപ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് വരെ അതും നമ്മൾ അമ്മമാർ ചെയ്യുന്ന സൂത്രം തന്നെയാണ്. കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും. നമുക്കത് പൊടിച്ച് കുക്കറിലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പയർ വറുത്ത് ഞാനതിനെ മിക്സിയിൽ പൊടിച്ച് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 3 വിസിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ നല്ല വെന്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോരാ, നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടെ എടുക്കണം. ഇനി ഇതിന് അരപ്പിനാണ്. ഇനി ഇത് അരപ്പിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നല്ല ജീരകം വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ അതിനകത്ത് ഇടാത്തത് അധികം അരഞ്ഞ് കുഴഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ആ പയറിനെയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ അരപ്പരച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പയറ് ഒരു ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് നമുക്കിത് നല്ല പോലെ അരപ്പ് ഇതും കൂടെ ഇളക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാതെ, കട്ടിക്ക് മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ലൂസാണ്. പരിപ്പ് ഇങ്ങനെയല്ലേ, ഇത്ര ലൂസിലല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിൽ ചെയ്യേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതിൽ കൂടെ കുറച്ച് കറിവേപ്പില എടുത്ത് നമ്മളിങ്ങനെ ഞെരടി, അതിൻ്റെ ആ മണം വരത്തൊക്കെ ഇതിൽ ഞെരടി ഇടണം. ഇത് ഞങ്ങൾ കടുക് താളിക്കില്ല. താളിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ താളിക്കില്ല. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയും അമ്മ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതേ രീതിക്കാണ്. പുതിയ തലമുറയുടെ ഒന്നും ഞാൻ ആഡ് ചെയ്യാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഴയ രുചിക്കൂട്ട്. എനിക്ക് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം 80s 90s അല്ല 70s വരെ അമ്മമാരതാണെന്ന് പറഞ്ഞ് കമൻറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടിപൊളി പരിപ്പ് കറി, ചോറിൻ്റെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പും പയറും പപ്പടം എന്ന് പറയും പോലെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ആ മറ്റേ പരിപ്പ് വാങ്ങിക്കാതെ പയറിനെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.